ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. CPM-നെ വെട്ടിലാക്കി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം പുറത്ത്. SC മൊയ്തീൻ, MK കണ്ണൻ തുടങ്ങിയ CPM നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണമാണ് VP ശരത് പ്രസാദിന്റെ സ്വകാര്യ സംഭാഷണത്തിലുള്ളത്. CPM നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ അഴിമതി എന്നും ഈ സംഭാഷണത്തിൽ പറയുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടും നടത്തറ സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണവും നിലനിൽക്കെയാണ് CPIM-നെ കുരുക്കിലാക്കി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നത്. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയാണ്. AC മൊയ്തീന്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസുമായി എന്നും ഈ സംഭാഷണത്തിലുണ്ട്. ജില്ലാ നേതാക്കൾക്ക് ലക്ഷങ്ങൾ പിരിക്കാൻ കഴിയുമെന്നും ലോക്കൽ നേതാക്കൾക്ക് അതിൽ കുറവാണ് ലഭിക്കുകയെന്നും ശരത്ത് CPIM നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിനുമായി നടത്തിയ സംഭാഷണത്തിൽ പറയുന്നു. MLA-മാരായ സേവ്യർ ചിറ്റിലപ്പള്ളിക്കും KK രാമചന്ദ്രനുമെതിരെയും പരാമർശങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ സംഭാഷണമാണിതെന്നാണ് വിശദീകരണം. ഫോൺ സംഭാഷണത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് VP ശരത് പ്രസാദിന്റെ മറുപടി. 24 തൃശൂർ. തൃശൂർ ശബ്ദരേഖ വിവാദത്തിൽ പ്രതികരണവുമായി CPIM. വർഷങ്ങൾക്ക് മുൻപുള്ള ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നത് എന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഓഡിയോയിൽ ശരത് പറഞ്ഞത് തെറ്റായ കാര്യങ്ങളാണ്. ശരത്തിൽ നിന്നും പാർട്ടി വിശദീകരണം തേടുമെന്നും KV അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്നത്തെ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടത്. അതിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഇതേക്കുറിച്ച് ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയൊരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അമൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അമൽ, ഇതിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടങ്ങളിൽ ആ സമയത്തെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന വിവരങ്ങളാണ് ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം വരുന്നു. രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്നതാണ് ആ പരാമർശങ്ങൾ. അതിൽ വിശദീകരണം തേടുമെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നത് CPM? ജില്ലാ സെക്രട്ടറി എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു മാധ്യമങ്ങളെ കണ്ടപ്പോൾ? ഏതായാലും തൃശ്ശൂരിലെ CPM രാഷ്ട്രീയത്തിൽ വലിയൊരു കോലിളക്കം തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ സെക്രട്ടറി ആയിട്ടുള്ള VP ശരത് പ്രസാദിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ചോർന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു പ്രതികരണം നടത്തുകയായിരുന്നു KV അബ്ദുൽ ഖാദർ. അദ്ദേഹം തൃശ്ശൂർ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്ക്, പ്രതിയോഗികൾക്ക് ഒരു ആയുധം കൊടുക്കുന്ന തരത്തിൽ പലരും ഈ ഒരു ഓഡിയോ ക്ലിപ്പിനെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു വിശദീകരണമാണ്, രാഷ്ട്രീയമായൊരു വിശദീകരണമാണ് അല്പം മുമ്പ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് പ്രകാരം ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടായത് വർഷങ്ങൾക്ക് മുൻപാണ്. ശരത് പ്രസാദിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിരുന്നു രാവിലെ തന്റെ തന്നെ ശബ്ദ സന്ദേശമാണ്. പക്ഷെ ഇത് ആരാണ് ചോർത്തി കൊടുത്തതെന്ന് തനിക്ക് അറിയില്ല എന്നാണ് ശരത്ത് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ശരത് പ്രസാദിന്റെ ഈ ഒരു സംസാരം നടക്കുന്നത് നടത്തറ ബാങ്കുമായി, സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന വലിയൊരു അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. ഈ അഴിമതി ആരോപണങ്ങളെല്ലാം പാർട്ടിയിലും സമൂഹത്തിന് മുൻപാകെ ഉയർത്തിയിരുന്ന നിബിൻ ശ്രീനിവാസനും ആയിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപത്തെ ഒരു ഫോൺ സംഭാഷണമാണ് എന്നതും പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇന്ന് നമുക്ക് അറിഞ്ഞ മറ്റൊരു വാർത്ത, ഈ നിബിൻ ശ്രീനിവാസനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന, പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ആ ഒരു വിഷയത്തെക്കുറിച്ച്, നിബിൻ ശ്രീനിവാസനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിഷയത്തെക്കുറിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഏതായാലും ഈ ഒരു വിഷയത്തിൽ വിശദീകരണം തേടും. ശരത് പ്രസാദിനോട് ശക്തമായി പാർട്ടി വിശദീകരണം തേടും. അതിനുശേഷം മാത്രമേ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ഏതായാലും ഈ ഒരു വിഷയത്തിൽ നടപടി ഉണ്ടാവുകയുള്ളൂ. നടത്തറയിലെ സഹകരണ സംഘത്തിന്റെ അഴിമതി ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്കിലെ അഴിമതി ആരോപണങ്ങൾ, അതിലെല്ലാം
പ്രതിരോധത്തിലായി നിൽക്കുകയായിരുന്നു ജില്ലയിലെ പാർട്ടി നേതൃത്വം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എം കെ കണ്ണൻ അടക്കമുള്ള എം സി മൊയ്തീൻ അടക്കമുള്ള അല്ലെങ്കിൽ MLA-മാരായിട്ടുള്ള കെ രാമചന്ദ്രൻ, ചിറ്റിലപ്പള്ളി പോലുള്ള ആളുകൾക്കെതിരെയായിട്ടുള്ള സെബാസ്റ്റ്യൻ ചിറ്റിലപ്പള്ളി പോലുള്ള ആളുകൾക്കെതിരെയായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ശരത് പ്രസാദിന്റെ ഓഡിയോ മുഖാന്തരം വന്നത്. ആ ഓഡിയോ എങ്ങനെയാണത് റെക്കോർഡ് ചെയ്തത് എന്ന കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ആരെങ്കിലുമായി ഫോണിൽ സംസാരിച്ചതാണോ, ആ ഒരു വിഷയത്തിലാണോ ഈ ഒരു ഓഡിയോ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ ജില്ലാ നേതാവ് നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനെതിരെ ഇപ്പോൾ പാർട്ടി നടപടിയെടുത്തിരിക്കുന്നത്? ഔദ്യോഗികമായി ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അത് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും അതായിരിക്കുമോ അടിസ്ഥാന കാര്യം? അതിന്റെ പേരിലായിരിക്കുമോ ഈ പാർട്ടി നടപടി? ഏതായാലും ഇന്ന് രാവിലത്തെ ദേശാഭിമാനി പത്രത്തിൽ ഈ ശ്രീനിവാസ്, അതായത് നിബിൻ ശ്രീനിവാസിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയടക്കം വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഈ ഒരു ഫോൺ ചോർന്ന ഒരു വാർത്ത പുറത്തു വരുന്നൊരു കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാർട്ടിയുടെ ഔദ്യോഗിക ഭാഷ്യം എന്ന് പറയുന്നത് തൃശൂർ മണ്ണോത്തി ഏരിയ കമ്മിറ്റി നേതൃത്വത്തിനെതിരായിട്ടുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ നിബിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പാർട്ടിക്കുള്ളിലും പുറത്തും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നിബിൻ ശ്രീനിവാസൻ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പാർട്ടിയുടെ മേൽഘടകത്തിൽ നിന്ന് കീഴ്ഘടകത്തിലേക്ക് തരം താഴ്ത്തുന്ന ഒരു നടപടി പോലും നിബിനെതിരെ നേരത്തെ പാർട്ടിയിൽ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യത്തിൽ ഏറെ നാളായി ഇവർക്കിടയിൽ തുടർന്നു വരുന്ന അല്ലെങ്കിൽ CPM-ന്റെയും അല്ലെങ്കിൽ DYFI-യുടെയും ഭാഗമായിട്ടുള്ള നേതൃത്വങ്ങൾക്കിടയിലെ വ്യക്തികൾക്കിടയിൽ, നേതാക്കന്മാർക്കിടയിൽ ചില പടലപ്പിണക്കങ്ങളൊക്കെ നേരത്തെ മുതൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണോ ഇത്തരത്തിലുള്ള ഒരു നടപടി ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് എന്നൊരു സംശയവും പൊതുവെ നിൽക്കുന്നുണ്ട്. ഏതായാലും പാർട്ടി ഈ നിബിന്റെ പുറത്താക്കലിനെ ഈ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് പറയാൻ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഔദ്യോഗികമായി അങ്ങനെ ഒരു ഭാഷ്യം ഉണ്ടായിട്ടില്ലാത്തതിനാൽ തന്നെ നമുക്കത് പറയുവാനും ചില ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണ് എന്നിരിക്കെ ഈ വിഷയങ്ങളെല്ലാം ചേർത്ത് വായിക്കപ്പെടേണ്ടത് ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ തൃശ്ശൂരിലെ CPM രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതെന്നാണ് ഉറച്ചു പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഓഡിയോയിൽ ശരത്ത് പറയുന്നത് തെറ്റായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ശരത്തിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടുമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വിശദീകരിക്കുന്നുണ്ട്. അതിന് ഒപ്പമാണ് ഈ മണ്ണുത്തി ഏരിയ നേതൃത്വത്തിനെതിരായ അഴിമതി ആരോപണം ഉയർത്തിയ DYFI ജില്ലാ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത്. നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനെയാണ് പുറത്താക്കിയത്. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പാർട്ടി വിശദീകരിക്കുന്നില്ല. പക്ഷേ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അമൽ സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി. ജനറൽ സെക്രട്ടറി D രാജയാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. ആദ്യമായാണ് സംസ്ഥാന സമ്മേളനത്തിലൂടെ ബിനോയ് വിശ്വം സെക്രട്ടറി ആകുന്നത്. 103 അംഗ സംസ്ഥാന കൗൺസിലിനെയും തെരഞ്ഞെടുത്തു. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. ശ്രീജിത്ത്, അസ്വാഭാവികമായി എന്തെങ്കിലും ഒന്ന് CPI സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം. കാരണം ബിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനത്ത് തുടരും എന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു, അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടതായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ വെട്ടിനിരത്തൽ, അതുപോലെ നേതൃത്വത്തിനെതിരായ വിമർശനം, ഇതൊക്കെയാണല്ലോ ഈ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഒപ്പം ഈ പറയുന്ന K ഇസ്മയിൽ വേദിയിലിരിക്കാൻ കൊള്ളാത്ത നേതാവാണ് എന്ന കടുത്ത വിമർശനം ബിനോയ് വിശ്വത്തെ പോലൊരു നേതാവ് ഇന്ന് മറുപടി പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. എന്തൊക്കെയാണ് ശ്രീജിത്ത വിവരങ്ങൾ? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ബിനോയ് വിശ്വം സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കില്ല എന്ന കാര്യം ഏറെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ സംസ്ഥാന കൗൺസിലിൻ്റെ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായില്ല. ഏകണ്ഠമായിട്ടാണ് ബിനോയ് വിശ്വത്തെ പുതിയ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് സെക്രട്ടറിയായി നിശ്ചയിച്ചത്. ദേശീയ ജനറൽ സെക്രട്ടറി D രാജയാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വത്തിൻ്റെ പേര് നിർദ്ദേശിച്ചത്. ആ പേര് എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു സമ്മേളനം തിരഞ്ഞെടുത്ത സെക്രട്ടറിയായി ബിനോയ് വിശ്വം മാറി. ഇപ്പോൾ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഇന്റർനാഷണൽ ഗാനം ആലാപനമാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുന്നത്. തറയൊന്നിന്മേൽ ഉണർന്നുപോയി ഭൂമണ്ഡലം
തുടരുക. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു റിപ്പോർട്ടുണ്ട്. നമ്മൾ അത് പരിശോധിച്ച ശേഷം ഒരിക്കൽ കൂടി ശ്രീജിത്തിലേക്ക് വരാം. CPI സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വ്യാപക വെട്ടിനിരത്തൽ, നേതൃത്വത്തിന് അനഭിമതരായ നേതാക്കളെ തിരഞ്ഞുപിടിച്ചൊഴിവാക്കി. ഇടുക്കിയിലെ KK ശിവരാമനെയും തിരുവനന്തപുരത്തെ മീനാങ്കൽ കുമാറിനെയും സോളമൻ വെട്ടുകാടിനെയും എറണാകുളത്തെ ബാബു പോളിനെയും സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ 2 നേതാക്കളെയും കൗൺസിലിൽ നിലനിർത്തുകയും ചെയ്തു. കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിനെ പരസ്യമായി ചോദ്യം ചെയ്ത് മീനാങ്കൽ കുമാർ രംഗത്തു വന്നു. സ്റ്റേറ്റ് സെന്ററിന്റെ കോട്ടയ്ക്ക് പുറത്തുനിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നതാണ് CPIയുടെ സംഘടനാ രീതി. ഇതുപ്രകാരം ജില്ലകളിലെ പ്രതിനിധികൾ പ്രത്യേകം യോഗം ചേർന്നപ്പോഴാണ് വെട്ടിനിരത്തൽ നടന്നത്. ഇടുക്കിയിൽ നിന്നുള്ള KK ശിവരാമന്റെ ഒഴിവാക്കലാണ് ഏറ്റവും ശ്രദ്ധേയം. സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിരന്തര ശബ്ദമുയർത്തുന്ന KK ശിവരാമനെ 75 വയസ്സ് പ്രായപരിധി പറഞ്ഞാണ് ഒഴിവാക്കിയത്. എന്നാൽ KK ശിവരാമന്റെ പ്രായം 73 മാത്രം. ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിയ തിരുവനന്തപുരത്തെ നേതാക്കളായ മീനാങ്കൽ കുമാറിനെയും സോളമൻ വെട്ടുകാടിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കലിനെ പരസ്യമായി ചോദ്യം ചെയ്ത് മീനാങ്കൽ കുമാർ രംഗത്ത് വന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും അതിൻ്റെ എല്ലാം ചുമതല വഹിക്കുന്ന നേതാക്കന്മാരാണ്. എന്താണ് എന്നെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് കൃത്യതയോടുകൂടിയുള്ള വിവരം മറുപടി പറയേണ്ടത്. അത് കഴിഞ്ഞാൽ തീർച്ചയായും അത് എന്ത് എന്ന് നോക്കി അതിനെ സംബന്ധിച്ച് വീണ്ടും പ്രതികരിക്കേണ്ടി വന്നാൽ അത് പ്രതികരിക്കും. അഭിപ്രായങ്ങൾ തുറന്നു പറയും. തുറന്ന് പറയുന്നിടത്ത് ഉറച്ചു നിൽക്കും. ഒരു കാരണവശാലും ഇഞ്ചിനെഞ്ച് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. കാനം രാജേന്ദ്രന്റെ വിശ്വസ്ത സഹായിയായിരുന്ന ASF മുൻ സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരനെയും സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി. എറണാകുളത്തു നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗം ബാബു പോളും കൗൺസിലിൽ നിന്ന് ഒഴിവായി. മുൻ ജില്ലാ സെക്രട്ടറി P രാജുവിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട വിവാദമന്വേഷിച്ച കമ്മീഷൻ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നേതാവാണ് ബാബു പോൾ. സ്വയം ഒഴിവായതാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. നിലവിൽ 101 അംഗങ്ങളുണ്ടായിരുന്ന സംസ്ഥാന കൗൺസിലിന്റെ അംഗസംഖ്യ 103 വർദ്ധിപ്പിച്ചു. കാൻഡിഡേറ്റ് അംഗങ്ങളുടെ എണ്ണം 10 നിന്ന് 11 ഉയർത്തി. 9 പേരടങ്ങുന്ന കൺട്രോൾ കമ്മീഷനെയാണ് ആലപ്പുഴ സമ്മേളനം തിരഞ്ഞെടുക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത്, 24. തിരുത്തലുകൾക്ക് നേതൃത്വം തയ്യാറാണെന്ന് വ്യക്തമാക്കി CPI സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് മറുപടി നൽകുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ K. ഇസ്മയിൽ പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന മുന്നറിയിപ്പും ബിനോയ് വിശ്വം നൽകുന്നുണ്ട്. പാർട്ടി നേതൃത്വത്തിനും മന്ത്രിമാർക്കുമെതിരെ ഉയർന്ന വിമർശനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുവെന്ന് വ്യക്തമാക്കുന്ന മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയത്. തൃശൂരിലെ പരാജയം പാർട്ടിക്കുണ്ടാക്കിയത് വലിയ മുറിവാണ്. പാർട്ടി വോട്ട് ചോർന്നത് പരിശോധിക്കണമെന്ന ആവശ്യവും സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മുതിർന്ന നേതാവ് K. ഇസ്മയിലിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തെറ്റ് അടിയന്തരമായി തിരുത്തിയില്ലെങ്കിൽ ഇസ്മയിൽ പാർട്ടിക്ക് പുറത്താണെന്ന മുന്നറിയിപ്പും ബിനോയ് വിശ്വം മറുപടി പ്രസംഗത്തിൽ നൽകി. നിലപാട് തിരുത്തിയാൽ ഇസ്മയിലിന് മുന്നിൽ CPI വാതിലടക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്കപ്പ് മർദ്ദനത്തെ ശക്തമായി എതിർക്കുന്ന നിലപാട് മുന്നണിയിലും സർക്കാരിലും CPI എടുക്കുമെന്ന് ബിനോയ് വിശ്വം മറുപടി നൽകി. ADGP MR അജിത്കുമാറിനെതിരായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല. റിപ്പോർട്ടിൽ ആ വിമർശനം ഉൾപ്പെടുത്താതിരുന്നത് സർക്കാരിനെതിരെ പ്രതിപക്ഷം അത് ആയുധമാക്കാതിരിക്കാനാണെന്ന വിശദീകരണവും സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായി. DGP പദവിയിലേക്ക് അജിത്കുമാറിനെ കൊണ്ടുവരാൻ ശ്രമം നടന്നാൽ എതിർക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. R. അരുൺ രാജ്, 24, കൊല്ലം. നമ്മൾ CPI സമ്മേളന വേദി, ആലപ്പുഴയിലെ സമ്മേളന വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. R. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ, CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വേദിയിൽ നമ്മൾ കാണുന്നുണ്ട്. പുതിയ കൗൺസിൽ നിലവിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഫോട്ടോ സെഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ആ ദൃശ്യങ്ങൾ കാണുന്നു. ശ്രീജിത്ത് പറഞ്ഞു വരികയായിരുന്നു ഈ പുതിയ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും CPI ഒരു 2 തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2 തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നുണ്ട്. നേരത്തെ ഈ പോലീസ് വിമർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തൃശ്ശൂരിലെ പാർട്ടിയുടെ പരാജയം ഉൾപ്പെടെ, അല്ലെങ്കിൽ MR അജിത്കുമാറിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളൊന്നും ഈ റിപ്പോർട്ടുകളിൽ പരാമർശിക്കാത്തത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നും വേണ്ട എന്ന ബിനോയ് വിശ്വത്തിന്റെ തീരുമാനത്തിന് തുടർന്നാണ് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ സർക്കാരുമായി ചേർന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അപസ്വരം, കല്ലുകടി ഒന്നും ഉണ്ടാവാതെ നോക്കുന്ന ഒരു നേതാവ് എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രത്യേകത. CPM-ന് ബിനോയ് വിശ്വം കുറെ കൂടി ആ മട്ടിൽ, ആ നിലയ്ക്ക് സ്വീകാര്യനാകും എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണല്ലോ ശ്രീജിത്ത്.
വിജയകുമാർ, ഏകകണ്ഠമായിട്ടാണ് CPIയുടെ പുതിയ സംസ്ഥാന കൗൺസിൽ യോഗം ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ചും നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIയും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് പാർട്ടിക്കകത്ത് ഒരു തരത്തിലുള്ള അവസരങ്ങളും ഉണ്ടാകരുത്, ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന ബോധ്യം നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഏകകണ്ഠമായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിനോയ് വിശ്വം വീണ്ടും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി മാറിയിരിക്കുന്നത്. നേരത്തെ കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിന് ശേഷമാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി നിശ്ചയിച്ചത്. അന്ന് അദ്ദേഹം സമ്മേളനത്തിലൂടെയല്ല സെക്രട്ടറി ആയത്. ഇത്തവണ സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത സെക്രട്ടറിയായി ബിനോയ് വിശ്വം മാറുന്നു. ഇപ്പോൾ ബിനോയ് വിശ്വം അല്പസമയത്തിനകം മാധ്യമങ്ങൾ കാണും. മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായനായി കാത്തു നിൽക്കുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് താഴേക്ക് എത്തിയ ശേഷം പ്രതികരിക്കാമെന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും. CPIയുടെ ചരിത്രത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായ ഒരു ഘട്ടമാണ്. ഇപ്പോൾ ഈ സമ്മേളനത്തിൽ പ്രായപരിധിയെ തുടർന്ന് ഒഴിഞ്ഞ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി E. ചന്ദ്രശേഖരനും ബിനോയ് വിശ്വവും പരസ്പരം ആലിംഗനം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും CPIക്കകത്ത് ഒരു ഒരുമയുടെ സന്ദേശം നൽകിക്കൊണ്ട് അവസാനിക്കുന്ന ഒരു സമ്മേളനമായിരിക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. യെസ്, ബിനോയ് വിശ്വം ഈ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം സമ്മേളന വേദിയിൽ ഉണ്ടാകും. വൈകാതെ നമ്മൾ ആ ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ ബിനോയ് വിശ്വം? ശ്രീജിത്തിന്റെ ചോദ്യങ്ങളോട് ഈ ഘട്ടത്തിൽ ബിനോയ് വിശ്വം പ്രതികരിക്കുന്നുണ്ടോ, അതോ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ ഉള്ളൂ? ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് ബിനോയ് വിശ്വം അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്ത് ഏതാനും നിമിഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഇപ്പോൾ വരും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. യെസ്, സമ്മേളന വേദിയിൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അദ്ദേഹം ബിനോയ് വിശ്വം മറുപടി പറയുന്നുണ്ട്. മറുപടി പറയാൻ തയ്യാറെടുക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പല വിമർശനങ്ങൾ, നേതൃത്വത്തിനെതിരെ ഉയർന്ന ചോദ്യങ്ങൾ, അതുപോലെ പോലീസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടാകാതിരുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ ധാരാളം ചോദ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഉണ്ട് ബിനോയ് വിശ്വത്തോട് ചോദിക്കാൻ. അതൊക്കെ ഉയർന്നു വരും, അതിനൊക്കെ മറുപടി പറയും എന്ന് കരുതാം. The state conference of our party in Kerala was held in Alappuzha for 3 days. It has come to a successful end. The state conference unanimously re-elected Comrade Binoy Vishwam as the secretary of our party in Kerala. And he will be the secretary for the coming years. And his election was unanimous, and he has been re-elected as secretary of our state unit in Kerala. Our party conference at the end of its session re-elected him. So our party conference ended with a great hope and great inspiration. And in the coming days, our party will be more active and more with people and taking up all challenges, particularly the challenges coming from the communal right-wing fascist forces, the BJP, RSS combined, in order to save the constitution, in order to save the nation and Kerala. Our secretary will function with all his effective and rich experience in politics and his own understanding of political ideological issues. He will successfully lead our party. We convey our best wishes to Comrade Binoy Vishwam. He will speak to you what is his perspective and how he is going to take the party forward in the state of Kerala. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ കാലത്തും നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സ്നേഹം സൃഷ്ടിച്ചവരാണ്. പാർട്ടി പ്രവർത്തനങ്ങളെ അടുത്തു നിന്ന് കണ്ടുകൊണ്ട് ജനങ്ങളെ അറിയിക്കാനായി ശ്രമിച്ചവരാണ്. മാധ്യമങ്ങളോട് ഞങ്ങളുടെ ബന്ധം എല്ലാ കാലത്തും
സൗഹാർദ്ദപരമായിരുന്നു. നാളെയും അങ്ങനെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങളെല്ലാം ഉള്ളപ്പോഴും മാധ്യമങ്ങളുടെ പൊതുവായിട്ടുള്ള പിന്തുണയെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്ദിയോടെ സ്മരിക്കുന്നു. ആലപ്പുഴ സമ്മേളനം എല്ലാ പ്രകാരത്തിലും വിജയകരമായി സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതി അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ കോടതിയിൽ ഖേദം പ്രകടിപ്പിച്ച് ദേവസ്വം ബോർഡ്. സ്വർണ്ണപ്പാളികൾ ഉരുക്കിയതായും കോടതിയെ അറിയിച്ചു. സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവരുന്നതിൽ തീരുമാനം എടുക്കാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഒന്നാകെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ വീഴ്ച സമ്മതിച്ചു. ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. എന്നാൽ മാപ്പ് കൊണ്ട് പ്രശ്നം തീരില്ല. വിഷയം ഗൗരവമുള്ളതെന്ന നിലപാടിൽ തന്നെയാണ് ദേവസ്വം ബെഞ്ച്. സന്നിധാനത്ത് ഇതുവരെ സ്വർണം പൂശിയ നടപടികളുടെ രേഖകൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. വിജിലൻസ് ചീഫ് സെക്യൂരിറ്റിയോടാണ് ആവശ്യപ്പെട്ടത്. രേഖകൾ പരിശോധിച്ച ശേഷം സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവരുന്നതിൽ തീരുമാനമെടുക്കാമെന്ന നിലപാടിലാണ് ഹൈക്കോടതി. ചെന്നൈയിൽ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണ്. അതിനാൽ അടിയന്തരമായി തിരികെ എത്തിക്കുക സാധ്യമല്ല. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടത്. ഉച്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. അതേസമയം ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നിർത്തിവെച്ചതായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചു. ഹൈക്കോടതി പരാമർശത്തെ തുടർന്നാണ് അറ്റകുറ്റപ്പണികൾ നിർത്തിയത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇനി ബാക്കിയുള്ളത് 2 ദിവസത്തെ ജോലികൾ മാത്രമാണ്. നല്ല സുരക്ഷയൊരുക്കിയാണ് സ്വർണ്ണപ്പാളികൾ എത്തിച്ചതെന്നും സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. റഹീസ്, ഈ ജോലികൾ നിർത്തിവെച്ചത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഹൈക്കോടതി അത്തരമൊരു പരാമർശം നടത്തിയെങ്കിലും അത് തിരികെ കൊണ്ടുവരാനോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. രേഖകൾ പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടാണോ അവരത് നിർത്തിയിരിക്കുന്ന ആ ജോലികൾ? വിജയകുമാർ, അല്പസമയം മുമ്പ് നമ്മൾ ഈ പറയുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോയിരുന്നു. അവിടെ എത്തി അവിടുത്തെ വൈസ് പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ, അത് മന്ത്ര ഗോൾഡ് കവറിങ്ങിൻ്റെ മറ്റൊരു യൂണിറ്റാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പണികൾ അവിടെയാണ് നടക്കുകയും ചെയ്തത്. അവിടുത്തെ വൈസ് പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, കോടതി ഈ വിഷയം പരിഗണിച്ചത് മുതൽ തന്നെ തങ്ങൾ ഈ പണികൾ നിർത്തിവെച്ചിട്ടുണ്ട് എന്നതാണ്. അത് ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറയുന്നില്ല, മറിച്ച് കോടതി ഈ വിഷയം പരിഗണിച്ച് അതിൽ ചില അവ്യക്തതകളൊക്കെ ഉണ്ട് എന്ന് വന്നതിന് പിന്നാലെ മാധ്യമ വാർത്തകളൊക്കെ പുറത്തു വന്നതോടുകൂടി അത് ശ്രദ്ധയിൽപ്പെടുകയും ശേഷം തങ്ങൾ ആ പണി നിർത്തിവെക്കുകയാണ് ചെയ്തത് എന്ന് അവിടെ നിന്ന് കൃത്യമായിട്ടുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുകയുണ്ടായി. അതായത് നിലവിൽ അവർ ഈ സ്വർണ്ണപാളികൾ എത്തിച്ചത് മുതൽ തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരുന്നു. അത് എത്തിച്ചതിന് പിന്നാലെ തന്നെ അത് തുടങ്ങി. ശേഷം അത് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇനി 2 ദിവസത്തെ പണി കൂടിയാണ് മാത്രം ബാക്കിയുള്ളത് എന്നും പറയുന്നുണ്ട്. ഏതാണ്ട് 80% പണി കഴിഞ്ഞു എന്ന് അനൗദ്യോഗികമായി പറയുന്നുണ്ട്. 2 ദിവസം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറയുന്നു. എന്നാൽ കോടതി അതിൽ ഇനി പണി തുടർന്നോളൂ എന്ന് പറഞ്ഞതിന് ശേഷമേ തങ്ങൾ പണി തുടരുകയുള്ളൂ എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിൽ ദേവസ്വം ബോർഡിന് ഇപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ വേണമെങ്കിൽ കൊണ്ടുപോകാം. മറിച്ച് അല്ല, അത് പണി തീർത്ത് കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ കോടതിയുടെ നിർദ്ദേശം ലഭിക്കണം. അതിനുശേഷം മാത്രമേ ഇനി പണിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുകൂടിയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത്. വലിയ സുരക്ഷയിലാണ് ഇത്തരത്തിൽ സ്വർണ്ണപാളികൾ എത്തിച്ചത്. തങ്ങൾക്ക് ദേവസ്വം ബോർഡും ഈ ഒരു കമ്പനിയും തമ്മിൽ വലിയൊരു ബന്ധമില്ല, മറിച്ച് സ്പോൺസറുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ജോലി ചെയ്യുന്നത്. അതിനുള്ള എല്ലാ പണവും നൽകുന്നതും സ്പോൺസർ തന്നെയാണ്. അപ്പോൾ ഒരു തരത്തിലും ദേവസ്വം ബോർഡിന് അത്തരത്തിലൊരു സാമ്പത്തിക ഇടപാടോ മറ്റോ ഒന്നും തങ്ങൾക്കില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ കമ്പനി നിരന്തരമായി ഇത്തരത്തിൽ പല വലിയ ക്ഷേത്രങ്ങൾക്കും, തിരുപ്പതി അടക്കമുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെയും ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്തു നൽകുന്ന ഒരു കമ്പനിയാണ്. 25 വർഷമായി ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. പലതരത്തിലുള്ള ബ്രാഞ്ചുകളുണ്ട്. അവരെന്തായാലും അവരുടെ നയം വ്യക്തമാക്കുകയാണ്. ഇനി ഹൈക്കോടതി പറയാതെ തങ്ങൾ ഈ പണിയുമായി മുന്നോട്ട് പോകില്ല, ബാക്കിയുള്ള ജോലികൾ നടത്തില്ല എന്ന് പറയുന്നു. 80% ജോലി തീർന്നതായി ഇന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 80% ജോലികൾ തീർന്നതായി ഈ കമ്പനി പറയുന്നുണ്ട്. 2 ദിവസത്തെ ജോലികൾ മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയാണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ കൊണ്ടുവന്നത് എന്ന് ഈ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി എന്ത് വേണമെന്ന് ഒരുപക്ഷെ ദേവസ്വം ബോർഡ് അവരെ അറിയിക്കണമായിരിക്കും ഔദ്യോഗികമായി. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.
ശബരിമല ശ്രീകോവിലിലെ വാതിൽ അടയാത്തതിനെ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തും. സന്നിധാനത്ത് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കഴിഞ്ഞ വർഷം തന്നെ ക്ഷേത്രം തന്ത്രി തകരാറ് പരിഹരിക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും സീസൺ കഴിയുന്നതുവരെ തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു. ശ്രീകോവിലിന്റെയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെയും തകരാർ പരിഹരിച്ച് ഒരുമിച്ച് ശുദ്ധികലശം നടത്താനായിരുന്നു തീരുമാനം. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഈ മാസം 22-ന് സംഘപരിവാർ സംഘടനകൾ പ്രഖ്യാപിച്ച വിശ്വാസ സംഗമത്തിന്റെ രൂപരേഖയായി ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന പേരിലാണ് വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നത്. വിശ്വാസ സംഗമം രാഷ്ട്രീയ തട്ടിപ്പോ മറ്റേതെങ്കിലും പരിപാടിയുടെ ബദലോ അല്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് 24-നോട് പറഞ്ഞു. സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനു ബദലായി ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘപരിവാർ സംഘടനകളാണ് ഈ മാസം 22-ന് പന്തളത്ത് വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നത്. ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന പേരിലാണ് വിശ്വാസ സംഗമം. വിശ്വാസത്തോടൊപ്പം വികസനം എന്നതാണ് സമ്മേളനത്തിന്റെ സന്ദേശം. 2 ഘട്ടമായാണ് പരിപാടി. 22-ന് രാവിലെ ശബരിമല വിശ്വാസം, വികസനം, സുരക്ഷ എന്നീ വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പന്തളം നാനാക് കൺവെൻഷൻ സെന്ററിലാണ് സെമിനാർ. ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള നിശ്ചയിക്കപ്പെട്ട പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ സ്വാമി അയ്യപ്പൻ നഗറിൽ ഭക്തജനസംഗമം. ക്ഷണിക്കപ്പെട്ടവർക്കൊപ്പം അയ്യപ്പ ഭക്തരും വിശ്വാസികളും ഭാരവാഹികളും പ്രവർത്തകരുമടക്കം ഏതാണ്ട് 15,000-ഓളം പേർ വിശ്വാസ സംഗമത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന് BJP രാഷ്ട്രീയ പിന്തുണ നൽകും. വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന വികസനം, ഇതാണ് ശബരിമല കർമ്മസമിതി ഈ ശബരിമല സംരക്ഷണ സംഗമത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ബദലുമല്ല, മറിച്ച് ഭാവാത്മകമായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് ശബരിമലയുടെ സമഗ്രമായ വികസനം. ശബരിമലയിൽ വേണ്ടത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനമെന്നാണ് ശബരിമല കർമ്മസമിതിയുടെ നിലപാട്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ നടത്താനിരിക്കുന്ന ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി സർക്കാർ. വികസനം ചർച്ച ചെയ്യാൻ വിവിധ വകുപ്പുകൾ സംഘടിപ്പിക്കുന്ന സെമിനാറിനെ തെറ്റായി ചിത്രീകരിക്കുകയാണ് എന്നാണ് വിശദീകരണം. സർക്കാർ പരിഹാസപാത്രമാവുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. വോട്ട് ലക്ഷ്യമിട്ടുള്ള പരിപാടിയാണ് എന്ന് BJP നേതാവ് PK കൃഷ്ണദാസിന്റെ ആരോപണം. അയ്യപ്പ സംഗമം പോലെ ന്യൂനപക്ഷ സംഗമവും സർക്കാർ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ വിശദീകരണം. ന്യൂനപക്ഷ സംഗമമല്ല നടത്തുന്നതെന്നും വിവിധ വകുപ്പുകളുടെ സെമിനാറാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു. 2031 കേരളം എങ്ങനെയായിരിക്കണം, വികസനത്തിന്റെ പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സെമിനാർ. ഒക്ടോബർ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ എല്ലാ വകുപ്പുകളുടെയും സെമിനാർ വിവിധ ജില്ലകളിൽ നടക്കും. ഇതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാറിനെയാണ് സംഗമമാക്കി ചിത്രീകരിക്കുന്നത്. ന്യൂനപക്ഷ വകുപ്പിന്റെ സെമിനാർ എറണാകുളത്തും കായിക വകുപ്പിന്റേത് മലപ്പുറത്തും സംഘടിപ്പിക്കും. ഇതേ മാതൃകയിൽ തന്നെയായിരിക്കും മറ്റ് വകുപ്പുകളുടെയും സെമിനാറുകൾ. സർക്കാരിന് എല്ലാ മതങ്ങളുടെയും ജാതികളുടെയും പേരിൽ സംഗമം നടത്തേണ്ടി വരുമെന്ന് VD സതീശൻ പരിഹസിച്ചു. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പം നോക്കിയപ്പോൾ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. എന്നാൽ ന്യൂനപക്ഷങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ, ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? വോട്ട് ലക്ഷ്യമിട്ടാണ് പരിപാടിയെന്ന് BJP ആരോപിച്ചു. ഭരണ തുടർച്ച അസാധ്യമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഈ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെമിനാറിനായി 3 ലക്ഷം രൂപ വരെ വകുപ്പിന് ഉപയോഗിക്കാം. സെമിനാറിന് ശേഷം സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണം. സെമിനാറിൽ 1000 പേരെ വരെ പങ്കെടുപ്പിക്കും. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും സെമിനാറിന്റെ ഭാഗമാക്കും. 24 തിരുവനന്തപുരം. കോഴിക്കോട് വിജിൽ കൊലക്കേസിൽ നിർണായക വഴിത്തിരിവ്. സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തെരച്ചിലിൽ വിജിലിൻ്റേത് എന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തി. തലയോട്ടി ഒഴികെയുള്ള 10-ലേറെ അസ്ഥിഭാഗങ്ങളാണ് കണ്ടെത്തിയത്. മൃതശരീരം കെട്ടിത്താഴ്ത്തിയ കല്ലും കണ്ടെത്തി. പ്രതികളായ നിഖിലിന്റെയും ദീപേഷിന്റെയും സാന്നിധ്യത്തിൽ സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിലാണ് വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തിയത്. മൃതദേഹം ചതുപ്പിൽ കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകളും കണ്ടെത്തി. അസ്ഥിയുടെ ഭാഗങ്ങൾ DNA ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾക്കായി അയക്കും. 7 ദിവസം നീണ്ട ദുഷ്കരമായ തിരച്ചിലിനൊടുവിലാണ് ഇവ കണ്ടെത്തിയത്. 2 ദിവസം മുമ്പ് വിജിലിന്റേതെന്ന് കരുതുന്ന ഷൂ കണ്ടെത്തിയിരുന്നു. സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് വിജിലിന്റെ പിതാവ്. നമ്മളെ മക്കളെ പോലെ ഞാൻ വിശ്വസിക്കാൻ കൂടിയിട്ട് അവ ഒരു പതറില്ല, ഒരു വാക്ക് പോലും മാറി പറഞ്ഞില്ല.
2-3 പ്രാവശ്യം ചെന്നപ്പോൾ പറയും ഇല്ല അച്ഛാ ഓൻ അങ്ങനെ തന്നെയാണ്, വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല, കാണുമ്പോൾ മാത്രമേ ഓയുള്ളൂ. ഒരുത്തരും മൂടി വെച്ചില്ലേ 6 കൊല്ലം ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. കേസിൽ 2ാം പ്രതി രഞ്ജിത്ത് കൂടി പിടിയിലാകാനുണ്ട്. 24 കോഴിക്കോട്. പ്രതികൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്താണ് പരിശോധന നടത്തിയത് എന്ന് DCP അരുൺ കെ പവിത്രൻ പറഞ്ഞു. കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. ഇപ്പം 2019 നടന്നൊരു സംഭവമാണ്. അപ്പം അവർ തുടക്കത്തിൽ കാണിച്ചു തന്ന സ്പോട്ട് അവിടെ നിന്ന് ഏറിപ്പോയാൽ ഒരു 2-3 മീറ്റർ, അത് സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം കഴിയുന്ന സമയത്ത് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞ രീതിയിൽ ആ ബോഡിയുടെ മുകളിൽ അവർ കല്ല് കെട്ടി താഴ്ത്തിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ തന്നെയായിട്ട് കിട്ടിയതായിട്ട് തന്നെയാണ് നമ്മുടെ സെർച്ച് ടീമും പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ സ്ഥലത്ത് തന്നെയാണ് അവർ തന്ന മൊഴിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത്. ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇതിൻ്റെ DNA എക്സാമിനേഷന് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് നമുക്കിത് വിജിലിൻ്റേതാണ് എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇതിപ്പോൾ ഈ പ്രതികൾ നൽകിയ മൊഴിയും ഈ ഇപ്പോഴത്തെ തെരച്ചിലിലെ കണ്ടെത്തലും സാധൂകരിക്കുന്നതാണ്. ശാസ്ത്രീയ പരിശോധന നടത്തി ഉറപ്പിക്കുക എന്നത് മാത്രമാണല്ലോ ഇനി ബാക്കിയുള്ളതല്ലേ? തീർച്ചയായും വിജയകുമാർ, അതുതന്നെയാണ് ഈ പോലീസിന്റെ മുന്നിലുള്ള ഒരു വഴി എന്നത്. കാരണം പ്രതികൾ മൊഴി നൽകിയ ആ സ്ഥലത്ത്, അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണാം, ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്, ആ സ്പോട്ടിലാണ് വിജിലിനെ കല്ലുകെട്ടി താഴ്ത്തി എന്ന് പറയുന്ന ചതുപ്പിലെ ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ സ്ഥലത്ത് ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ട്. കാരണം കണ്ടെത്താനുണ്ട്. ബാക്കി ശരീരഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. 53ഓളം അസ്ഥികൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. 2019 നേരത്തെ DCP പറഞ്ഞതുപോലെ 2019 വെറും മിസ്സിംഗ് കേസായി അന്വേഷണം ആരംഭിച്ചു. പിന്നീട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകളിൽ നടത്തിയ ഒരു അന്വേഷണമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ വിജിലിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ഒരു അന്വേഷണത്തിലേക്ക് എത്തി. ഇപ്പോൾ വിജിലിൻ്റേതെന്ന് കരുതുന്ന ഈ ശരീരഭാഗങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നേരത്തെ DCP പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധനയാണ് ഇതിൽ നടക്കേണ്ടത്. ഇത് വിജിലിൻ്റെ ശരീരഭാഗം തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രതികൾ നൽകിയ മൊഴി പ്രകാരം, പ്രതികൾ പറഞ്ഞതിന് അനുസരിച്ച്, പ്രതികളുടെ മൊഴി അനുസരിച്ച് തന്നെയുള്ള പരിശോധനയിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം ഈ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ദിവസമായിരുന്നു. അവർ ഇത്ര ദിവസം കഴിഞ്ഞ 8 ദിവസമായി ഈ ചതുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പ്രയത്നം. കാരണം ചതുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. മോട്ടറുകൾ കൊണ്ടുവന്ന് ആദ്യഘട്ടത്തിൽ 3 ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അന്ന് നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വീണ്ടും 5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി. ആ 5 ദിവസത്തെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ ഇപ്പോഴും ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജിലിൻ്റെ തലയോട്ടി കൂടി ഇനി കണ്ടെത്താനുണ്ട്. ആ തലയോട്ടി കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു അന്വേഷണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. എത്രത്തോളം താഴ്ചയുള്ള സ്ഥലത്ത് ചതുപ്പിലാണ് ഈ ഒരു തിരച്ചിൽ സംഘം ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നത്, തിരച്ചിൽ നടത്തുന്നത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അത് എത്രത്തോളം ദുഷ്കരമാണ് എന്ന് മനസ്സിലാകും. എന്തുതന്നെയായാലും അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം വെറും മിസ്സിംഗ് കേസായി 2019 കണ്ടെത്തിയ ഒരു കേസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, DCP പറഞ്ഞതുപോലെ, ഒരു ആളുടെ മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക്, നരഹത്യാ കേസിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും പറയാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അത്രത്തോളം നമുക്ക് ഈ ദൃശ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഈ ഒരു അന്വേഷണ സംഘം അല്ലെങ്കിൽ തിരച്ചിൽ സംഘം നടത്തുന്ന വളരെ ദുഷ്കരമായ ഒരു പ്രയത്നമുണ്ട്. കഴിഞ്ഞ 7-8 ദിവസമായി അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കല്ലുകളാണ്. ഈ കല്ലുകൾ വെച്ചിട്ടാണ്, പ്രതികളുടെ മൊഴി പ്രകാരമാണെങ്കിൽ കല്ലുകൾ കെട്ടി ഈ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നാണ് പ്രതികൾ മൊഴി നൽകിയത്. ആ ഒരു സ്ഥലത്ത് ഈ കല്ലുകൾക്ക് സമീപം അല്ലെങ്കിൽ കല്ലുകൾക്ക് അടിയിൽ നിന്ന് തന്നെയാണ് ഈ മൃതദേഹങ്ങൾ, നേരത്തെ DCP പറഞ്ഞതുപോലെ പ്രതികൾ എന്താണോ മൊഴി നൽകിയത് അതിന് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളും എല്ലാം തന്നെയാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തിയപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വിജയകുമാർ. വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു കഴിഞ്ഞ 6-7 ദിവസം അന്വേഷണ സംഘം നടത്തിയത്. അതിനൊടുവിലാണ് സുപ്രധാന വിവരങ്ങൾ, തെളിവുകൾ, മൊഴി സാധൂകരിക്കുന്ന വിവരങ്ങൾ സരോവരം പാർക്കിലെ ചതുപ്പിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയാണ് ഇനി ബാക്കിയുള്ളത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. അതേസമയം ജോസ് നെല്ലേടത്തിനെതിരെ തങ്കച്ചൻ പരാതി നൽകിയതായി അറിയില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചത് പോലീസിനാണ്. പാർട്ടിയിലെ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കും. തങ്കച്ചനെ നേരിട്ട് ഫോൺ വിളിച്ചിരുന്നു എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്വം പോലീസിനാണ്. പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവരെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കണം, നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം.
അതിലേതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ സംഘടന അതിനെ വളരെ ഗൗരവത്തിൽ കാണും. അതാണ് പറയാനുള്ളത്. ഞാൻ ഈ തങ്കച്ചനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് പ്രതികളിലേക്ക് എത്താനുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. സംശയങ്ങൾ വേണമെങ്കിൽ പറയാം. പ്രതികളിലേക്ക് എത്തേണ്ടത് ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ വ്യക്തമാക്കട്ടെ ആരൊക്കെയാണ് പ്രതികളെന്ന്. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. രാഷ്ട്രപതി ഭവനിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിലെ ഗണതന്ത്ര മണ്ഡപത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞ. I, Chandravram Ponnusamy Radhakrishnan, do swear in the name of God do swear in the name of God that I will bear true faith and allegiance that I will bear true faith and allegiance രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I will faithfully discharge the duty and that I will faithfully discharge the duty upon which I am about to enter. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. പദവി ഒഴിഞ്ഞ ശേഷം ജഗ്ദീപ് ധൻഖർ പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടിയാണ് ഇത്. 24 ഡൽഹി. ബീഹാറിന് പിന്നാലെ കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വന്നാലുടൻ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും. SIR നടപ്പാക്കും മുൻപ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ സൂചന നൽകിയിരുന്നു. തദ്ദേശ വാർഡുകളുടെയും തുടർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണം നിശ്ചയിക്കുന്ന നടപടികൾ ഈ മാസം അവസാനമോ ഒക്ടോബർ ആദ്യമോ നടക്കും. ഇതിനു മുൻപായി SIRന്റെ പ്രാഥമിക നടപടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തുടങ്ങാനാകുമെന്നാണ് വിലയിരുത്തൽ. SIR സംബന്ധിച്ച് പ്രത്യേക പരിശീലന പരിപാടികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മാധ്യമപ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും നൽകും. 2002 കേരളത്തിൽ ഏറ്റവും ഒടുവിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത്. മെയ് മാസത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ കൂടി പുരോഗമിക്കുന്നതിനാൽ SIR നടപടികൾ സങ്കീർണമാകുമെന്ന ആക്ഷേപവുമുണ്ട്. വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയ പൗരന്മാരല്ലാത്തവരെ ഒഴിവാക്കി പട്ടിക അടിമുടി പരിഷ്കരിക്കുന്ന പ്രക്രിയയാണ് SIR എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശേഷിപ്പിക്കുന്നത്. BJPക്ക് വേണ്ടിയുള്ള വെട്ടിനിരത്തലാണെന്നും വോട്ട് കൊള്ളയുടെ മറ്റൊരു രൂപമാണെന്നുമാണ് കോൺഗ്രസ് ആരോപണം. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. തീരുമാനം KPCC അധ്യക്ഷൻ പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. പങ്കെടുക്കണമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാമെന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. അതിനിടെ രാഹുലിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ നിയമസഭാ സമ്മേളനത്തിന് മുമ്പേ പുരോഗതി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കണമോ എന്നതിൽ പല അഭിപ്രായങ്ങളാണ് പാർട്ടിക്കുള്ളിൽ. തെരഞ്ഞെടുപ്പ് കാലത്തെ നിർണായക നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുത്താൽ ഭരണപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. സഭയിൽ വരുന്നതിൽ രാഹുൽ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കട്ടെ എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. രാഹുലിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി സ്പീക്കറെ അറിയിക്കേണ്ടി വരുമെന്ന് വിലയിരുത്തലാണ് നേതൃത്വം. അന്തിമ തീരുമാനം KPCC നേതൃത്വം എടുക്കട്ടെ എന്ന നിലപാടിലാണ് AICC. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാവരും കൂടി ആലോചിച്ച്, ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ KPCC പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ല, എല്ലാവരുമായിട്ട് ആലോചിച്ച് KPCC പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിയമസഭയിൽ രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായാൽ സംരക്ഷണം നൽകേണ്ടത് സ്പീക്കറാണെന്നും സണ്ണി ജോസഫ്. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ആസിഫിസില്ല. തീരുമാനിക്കാം. രാഹുലിനെതിരായ അന്വേഷണത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനില്ലെന്ന പരാതിക്കാരുടെ തീരുമാനം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസെടുക്കാനാകുമോ എന്ന് ക്രൈംബ്രാഞ്ച് നിയമ ഉപദേശം തേടിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ലഭിച്ചിട്ടില്ല.
പരാതി നൽകാൻ തയ്യാറാകാത്തതിന് കാരണം ഭീഷണിയും സമ്മർദ്ദവുമാണോ എന്നും ക്രൈംബ്രാഞ്ച് പ്രത്യേകം അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുപ്പക്കാർ പരാതിക്കാരുടെ കുടുംബാംഗങ്ങളെയും ബന്ധപ്പെട്ടതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ശൈലിക്കെതിരെ പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനം. പ്രവർത്തകർക്ക് ടാർഗറ്റ് കൊടുത്ത് കമ്പനി പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് വിമർശനം. അമിത ജോലിഭാരം കാരണം മണ്ഡലം പ്രസിഡന്റുമാർ രാജിവെക്കാൻ ഒരുങ്ങുകയാണ് എന്ന് ഭാരവാഹികൾ യോഗത്തിൽ തുറന്നടിച്ചു. ഇന്നലെ ഓൺലൈനിൽ ചേർന്ന BJP സംസ്ഥാന നേതൃയോഗത്തിലാണ് പ്രവർത്തകർക്ക് ടാർഗറ്റ് കൊടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. ടാർഗറ്റ് പൂർത്തിയാക്കാത്ത മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ MT രമേശ്, S സുരേഷ് എന്നിവർക്കെതിരെയാണ് വിമർശനം. ശില്പശാല, വാർഡ് സമ്മേളനം തുടങ്ങിയവ നടത്താത്ത മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റേണ്ടി വരുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് യോഗത്തെ അറിയിച്ചു. എന്നാൽ മണ്ഡലം പ്രസിഡന്റുമാരും മനുഷ്യരാണെന്ന് JR പത്മകുമാർ തിരിച്ചടിച്ചു. ഓണവും ശ്രീകൃഷ്ണ ജയന്തിയും മണ്ഡലം പ്രസിഡന്റുമാർക്കുമുണ്ടെന്ന് എല്ലാവരും ഓർക്കണം. പാർട്ടി നേതൃത്വം ഓൾ ഇന്ത്യ റേഡിയോ പോലെ പെരുമാറരുത്, അവർ മെഷീനാണെന്ന് വിചാരിക്കരുതെന്നും പത്മകുമാർ വിമർശിച്ചു. എന്നാൽ പരിപാടി നടത്തിയില്ലെങ്കിലും തീയതി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കേണ്ടത് മണ്ഡലം പ്രസിഡന്റുമാരുടെ കടമയാണെന്ന് ജനറൽ സെക്രട്ടറി S സുരേഷ് വാദിച്ചു. ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെ കഷ്ടപ്പാടുകൾ അറിയുകയുള്ളൂവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ മറുപടി നൽകി. കമ്പനി നടത്തും പോലെ പാർട്ടിയെ കൊണ്ടുപോകാനാകില്ല. താഴെത്തട്ടിൽ പ്രവർത്തകർക്ക് അമിത ജോലിഭാരമാണുള്ളത്. പ്രതിഫലം കൊടുക്കാതെയാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്. പല മണ്ഡലം പ്രസിഡന്റുമാരും രാജിസന്നദ്ധത അറിയിച്ചതായും MV ഗോപകുമാർ യോഗത്തിൽ തുറന്നടിച്ചു. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പത്തനംതിട്ട അടൂരിലെ DYFI പ്രവർത്തകൻ ജോയലിന്റെ മരണത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബം. പോലീസ് മർദ്ദനമാണ് ജോയലിന്റെ മരണത്തിന് കാരണം എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മകൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചയാൾ ആയിരുന്നതിനാൽ ഒരു വട്ടം കൂടി CPM നേതൃത്വത്തിന് പരാതി നൽകുമെന്നും പിതാവ് ജോയ്ക്കുട്ടി 24നോട് പറഞ്ഞു. പാർട്ടി രഹസ്യങ്ങൾ ജോയൽ പുറത്തു പറയുമോ എന്ന ഭയം മൂലം CPIM പ്രാദേശിക നേതാക്കളാണ് പോലീസ് മർദ്ദനത്തിന് ഒത്താശ ചെയ്തെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അടൂര് CPMന്റെ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവനെ പോലീസിനെ കൊണ്ട് പറയിപ്പിച്ച്. ഈ പറയുന്ന ബിജു അന്ന് CA എന്ന് ബിജു എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോൻ്റെ കാറ് എടുക്കാൻ ചെന്നപ്പോൾ, ജാമ്യത്തിലെടുക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ചാൽ ഞാൻ നിരപരാധിയാണ്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞു. പുറത്താക്കിയെന്ന് CPM പറയുന്നത് കള്ളമെന്നും ജോയലിന്റെ പിതാവ് ജോയ്ക്കുട്ടി 24നോട് പൂർണ്ണമായി ഞാൻ തള്ളിക്കളയും. കാരണം പറഞ്ഞാൽ എൻ്റെ മോന് പാർട്ടിയിലെ DYFന്റെ അടൂരിൻ്റെ മേഖലാ സെക്രട്ടറിയാണ്. അതിനുള്ള മരിച്ചപ്പോൾ അതിൻ്റെ ആദരാഞ്ജലി വെച്ചുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മരിച്ചപ്പോൾ അവരവരുടെ പതാക പുതപ്പിച്ച് അവർ പിന്നെ മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഭരണത്തിൻ്റെ അവരുടെ പതാക പിന്നെ എന്തിനിട്ടാൻ പാർട്ടിക്കാരനല്ലെങ്കിൽ എന്തിനിട്ടു? കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പിതാവ് പറഞ്ഞു. മകൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളായതിനാൽ ഒരു വട്ടം കൂടി CPM നേതൃത്വത്തിന് പരാതി നൽകുമെന്നും കുടുംബം വ്യക്തമാക്കി. കേസിൽ പുനരന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ജോയൽ മരിച്ചതെന്നും പാർട്ടിക്ക് സംഭവവുമായി ബന്ധമില്ലെന്നും CPIM നേതൃത്വം പ്രതികരിച്ചു. 24 പത്തനംതിട്ട. കൊല്ലത്ത് ദളിത് യുവാവിനെ പോലീസ് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ 1 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. SI മനോജ് ചട്ടലംഘനം നടത്തിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ചടയമംഗലം സ്വദേശി സുരേഷിനെയാണ് കാട്ടാക്കട SI മനോജ് വീട് കയറി ആക്രമിച്ചത്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സുരേഷ് 24നോട് പറഞ്ഞു. 2024 ഓഗസ്റ്റിലായിരുന്നു സംഭവം. കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ കാട്ടാക്കട SI മനോജ് ചടയമംഗലത്തുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച ഭാര്യയെയും മർദ്ദിച്ചു. കാട്ടാക്കട SI എന്നെ ഇവിടെ വന്ന് വിലങ്ങ് വെച്ച് 3 ഗുണ്ടാപ്രതികളെയും കൂടെ കൊണ്ടുവന്ന് വിലങ്ങ് വെച്ച് ആൾമാറി എന്ന് പറഞ്ഞിട്ട് എന്നെ ആവശ്യത്തിന് ആദ്യമേ SI അടിച്ചു. ഒരുപാട് അടിച്ച് പോലീസുകാരും SIയും കൂടെ എന്നെ അടിച്ചിട്ട് ഗുണ്ടാപ്രതികളെ കൊടുത്ത് എന്നെ അടിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി. ഗുണ്ടാപ്രതികളും എന്നെ ആവശ്യത്തിന് അടിച്ച് എൻ്റെ പെണ്ണിൻ്റെ തുണിയും കാര്യങ്ങൾ അവളെ കയറി പിടിക്കുകയും തള്ളിയിടെയെല്ലാം ചെയ്ത് ഈ ഗുണ്ടാപ്രതിയിലെ കണ്ടാലറിയാവുന്നൊരു പ്രതിയുണ്ട്, കാരാളി ഓണത്തുള്ള. കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിലുണ്ടായ കൊലപാതക കേസിലെ പ്രതിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. വാഹനത്തിൽ കയറ്റിയ ശേഷവും മർദ്ദനം തുടർന്നു. ഇതിനിടെ സുരേഷ് അല്ല പ്രതിയെന്ന് തിരിച്ചറിഞ്ഞതോടെ വഴിയിൽ ഇറക്കിവിടുകയായിരുന്നു. ചടയമംഗലം സ്റ്റേഷനിൽ സുരേഷ് നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി. മനോജിന്റേത് ഗുരുതര ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയിട്ടും അന്വേഷണം പാതിവഴിയിൽ അവസാനിച്ചു. ആരെയാണ്ട് വെട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് മരി ചോദിച്ച് അങ്ങനെ ബസ്സിൽ എന്നെ പിടിച്ച് വിലങ്ങ് വയ്ക്കുക എല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇറക്കി വിട്ട് ഇവിടെ വഴിക്ക് കൊണ്ടുവന്ന് പകുതിക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് പോയി. തന്റെ ജീവന് ഇപ്പോഴും ഭീഷണിയുണ്ടെന്ന സുരേഷ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ പോരാട്ടം തുടരാൻ തന്നെയാണ് സുരേഷിന്റെ തീരുമാനം.
സംഭവത്തിൽ ഏതറ്റം വരെയും പോയി തനിക്ക് നീതി കിട്ടും വരെ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുരേഷിന്റെ തീരുമാനം. ക്യാമറാമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതിയുമായി സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. സാമ്പത്തിക തട്ടിപ്പ് പരാതി നൽകാൻ എത്തിയപ്പോൾ അപമാനിച്ചു എന്നാണ് ആരോപണം. പണം വാങ്ങി ആരോപണ വിധേയർക്കൊപ്പം നിന്നു, സ്ത്രീയെന്ന പരിഗണന നൽകാതെ അപമാനിച്ചു, പ്രലോഭനങ്ങൾക്ക് വഴങ്ങി പരാതി അട്ടിമറിച്ചെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നൽകിയ പരാതി ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ മധു ബാബുവിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ ലഭ്യമാകും. പരാതിയുടെ ഗുരുതര സ്വഭാവം മനസ്സിലാക്കി കർശന നടപടി സ്വീകരിക്കണമെന്നും ഷീല കുര്യൻ ആവശ്യപ്പെട്ടു. മധു ബാബുവിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. 24 ആലപ്പുഴ. ഖത്തർ ആക്രമണം ലക്ഷ്യം കണ്ടില്ല എന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ. ആക്രമണത്തിൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാക്കളെ വധിക്കാനായില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ പേരെടുത്തു പറയാതെ ദോഹ ആക്രമണത്തെ അപലപിച്ച് UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം പാസാക്കി. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുകഴ്ത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്ത്. ദോഹയിലെ ഓപ്പറേഷൻ ലക്ഷ്യം കാണുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ബോംബ് വീഴുന്നതിന് മുൻപായി ഹമാസ് നേതാക്കൾ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയിരിക്കാൻ സാധ്യതയെന്നാണ് നിഗമനം. സ്ഫോടനത്തിനുപയോഗിച്ച ബോംബുകൾ കുറഞ്ഞുപോയോ എന്ന് അന്വേഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദോഹയിലെ ആക്രമണത്തിൽ നിന്ന് ഹമാസ് നേതാക്കളെ രക്ഷിച്ചത് ടർക്കിഷ് നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ നൽകിയ മുന്നറിയിപ്പാണെന്ന് തുർക്കിയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ വ്യോമനീക്കം സശ്രദ്ധം വീക്ഷിച്ചതിനു ശേഷം വിവരം തുർക്കി ഇന്റലിജൻസ് ഹമാസിന് കൈമാറിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ രണ്ടായി വിഭജിക്കുന്ന ഈവൻ കുടിയേറ്റ പദ്ധതിക്ക് ഇന്നലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകാരം നൽകി. ഇസ്രയേലി കുടിയേറ്റക്കാർക്കായി 3400 പുതിയ വീടുകൾ വെസ്റ്റ് ബാങ്കിനും കിഴക്കൻ ജെറുസലേമിനുമിടയിൽ നിർമ്മിക്കുന്നതാണ് പദ്ധതി. ഫലസ്തീൻ രാഷ്ട്രം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ അനുവദിക്കില്ലെന്നും പ്രദേശം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും കിഴക്കൻ ജെറുസലേമിൽ നടന്ന പരിപാടിയിൽ നെതന്യാഹു പറഞ്ഞു. ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ UN രക്ഷാസമിതി അപലപിച്ചു. അമേരിക്കയടക്കം 15 അംഗങ്ങളും പിന്തുണച്ച പ്രമേയത്തിൽ ഇസ്രയേലിന്റെ പേരെടുത്തു പറഞ്ഞിട്ടില്ല. ആക്രമണം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ ദോഹയിൽ അറബ് ഉച്ചകോടി നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ കൂടുതൽ തീരുവ ചുമത്താൻ G7 രാഷ്ട്രങ്ങളോട് അമേരിക്ക. യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുവരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇരു രാജ്യങ്ങൾക്കുമെതിരെ ഉയർന്ന തീരുവകൾ ചുമത്തണം എന്നാണ് ആവശ്യം. അതിനിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഇന്ത്യയിലെ നിയുക്ത അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോർ പറഞ്ഞു. ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% തീരുവ ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് G7 രാജ്യങ്ങളോടും ഈ ആവശ്യം ഉന്നയിച്ചത്. 50%-നും 100%-നും ഇടയിൽ തീരുവ ചുമത്താനാണ് അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശമെന്നാണ് സൂചന. ഇന്ന് നടക്കുന്ന G7 ധനമന്ത്രിമാരുടെ വിർച്വൽ യോഗം നിർദ്ദേശം ചർച്ച ചെയ്യും. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യയും ചൈനയും റഷ്യയുടെ യുദ്ധതന്ത്രത്തിന് ധനസഹായം നൽകുകയാണെന്നും യുക്രൈൻ ജനതയുടെ ഉന്മൂലനത്തിലേക്കാണത് നയിക്കുന്നതെന്നും അമേരിക്ക ആവർത്തിച്ചു. എന്നാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഇന്ത്യയിലെ നിയുക്ത അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോർ വ്യക്തമാക്കി. ഇന്ത്യൻ വാണിജ്യകാര്യമന്ത്രി പീയൂഷ് ഗോയലിനെ വ്യാപാര ചർച്ചയ്ക്കായി അടുത്തയാഴ്ച വാഷിംഗ്ടണിലേക്ക് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചുവെന്നും സെർജിയോ ഗോർ പറഞ്ഞു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഇന്ത്യക്കെതിരെയുള്ള തീരുവ പിൻവലിക്കുമെന്നുള്ള സൂചന അമേരിക്ക നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.